ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും കാതലായ ഭാഗമാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. ആ പൊങ്കാല വിശ്വാസവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് അമ്മമാർ ഇപ്പോൾ ആറ്റുകാൽ ദേവിയുടെ നടയിൽ ഇവിടെ സന്നിധരാണ്. അവരുടെ അടുത്ത് ചോദിക്കാം പൊങ്കാല വിശേഷങ്ങൾ എന്താണ്. ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളൊക്കെ ആയിട്ട് യാത്ര ചെയ്ത് ഇവിടെ ദിവസങ്ങളോളം താമസിച്ചു കൊണ്ടൊക്കെ എത്തുന്ന ഒരുപാട് ആളുകൾ. അതെ, നമുക്കറിയാം പല സംസ്ഥാനത്തു നിന്നും, ജില്ലയ്ക്ക് പുറത്തു നിന്നും അതുപോലെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ഒക്കെയുള്ള ആളുകൾ, അതായത് ഈ അമ്പലത്തിൻ്റെ പ്രശസ്തിയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ക്ഷേത്രത്തിൽ, വലിയൊരു എന്താ പറയുക ജനസാഗരം തന്നെയാണ് ഇപ്പോൾ ആറ്റുകാല എന്ന് പറയുന്ന ഈ ഒരു ദേവീ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഒരുപാട് അമ്മമാർ ഇവിടെ പൊങ്കാലിടാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് വിശേഷങ്ങൾ എന്തായാലും അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. പൊങ്കാലിടാൻ വന്നതാണോ? അതെ. എത്ര ദിവസമായി? ഇല്ല, ഇന്ന് വന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, വർഷങ്ങളായിട്ട് വരുന്നുണ്ട്. 20 ഇയേഴ്സിലപ്പുറമായി. 20 ഇയേഴ്സ്. ഈ 20 ഇയേഴ്സിൽ എപ്പോഴെങ്കിലും മുടക്കിയിട്ടുണ്ടോ? ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ട്. കൊറോണ വന്ന ടൈമായിരുന്നോ? ആ ടൈമിലായിരുന്നു. അതെ. കൊറോണയ്ക്കൊക്കെ ശേഷം വീണ്ടും തുടർച്ചയായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. അതെ. ആറ്റുകാൽ തമ്മിൽ ഭയങ്കര വിശ്വാസമാണോ? വിശ്വാസമാണ്. പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമല്ല, എപ്പോഴും വന്ന അതൊരു പ്രാർത്ഥനയാണ്, അല്ലാതെ ഇന്നൊരാവശ്യം വേണ്ടിയിട്ടല്ല. സിജി എവിടുന്നാണ്? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അമ്മ ആദ്യമായിട്ടാണോ പൊങ്കാല? അല്ല, ഇപ്പം 4-5ാമത്തെ വർഷം. 5ാമത്തെ തവണ. ഒറ്റ പൊങ്കാല ഇടുന്നുള്ളോ? ഒരു പൊങ്കാല ഇടുന്നുള്ളൂ. പേരെന്താ അമ്മയുടെ? മേനക. മേനക അമ്മ വളരെ ആഗ്രഹത്തോടുകൂടിയാണ് അമ്പലത്തിൽ വന്നിരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. അമ്മയെടുത്ത് പ്രാർത്ഥിച്ച് സാധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം? സാധിക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാം സാധിച്ചു. ഇനി സാധിക്കാനുള്ളതിന് അമ്മയുടെ അടുത്ത് സങ്കടം പറയാനാവും. ഞങ്ങൾ കൊട്ടാരക്കര എന്നാ വരുന്നത്. സന്തോഷം കൊണ്ട് അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ദേവിയുടെ സന്നിധിയിൽ പൊങ്കാലിടാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. നമ്മളിപ്പം കുറച്ച് നേരത്തെ സംസാരിച്ചപ്പോഴാണെങ്കിലും അങ്ങനെ ദേവിയുടെ സന്നിധിയിൽ പൊങ്കാലിടാണെന്നുള്ളത് ആ ഒരു ഭാഗ്യം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ പൊങ്കാലിടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അമ്മമാരെ കണ്ടു. അപ്പോൾ ദേവിയുടെ സന്നിധി, ഇപ്പോൾ ദേവിയുടെ ഇത്രയും അടുത്ത് പൊങ്കാലിടാൻ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഈ അമ്മയുടെ അടുത്ത് ചോദിക്കാം. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട്. ഇന്നലെ രാത്രി. അപ്പൊ എങ്ങനെ താമസമൊക്കെ റെഡിയായോ? നിങ്ങൾ ഒരുമിച്ചാ വന്നേ? എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വരാം. എൻ്റെ മകളെ പിന്നെ ഇതിൻ്റെ സിവിൽ സർവീസ് കോച്ചിങ്ങിൽ പഠിപ്പിക്കുക കടവപ്പുഴ പൂജാപ്പുരയിൽ. അതുകൊണ്ട് അവനുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്കൊന്ന് ദേവീനെ കാണുകയും വേണം. കുറേ കാലങ്ങൾ മുടങ്ങി, കഴിഞ്ഞ കൊല്ലം പെട്ടെന്ന് അപ്രതീക്ഷയായിട്ടുണ്ടായത്. അതുകൊണ്ട് ഒന്ന് കാണുന്ന വലിയൊരു സായുജ്യം. അപ്പോൾ എന്താ ഇത്രയും ഒരു കാലതാമസം എടുത്ത്? ഇത്ര വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തിനാ ഇത്രയും കാലതാമസം എടുത്ത്? വരാനായില്ല. അത് തന്നെ നമുക്ക് ഒരാഗ്രഹമല്ലേ വരണം എന്നല്ലേ. ആ ടൈം ഇപ്പോഴാണ് ശരിയായത്. അതുകൊണ്ട് ഇവിടെ വരാനും തൊഴാനും സാധിച്ചു. നിലപ്പം എന്താ തോന്നുന്നു? അപ്പോൾ ഇത്രയും കാലം കാത്തിരുന്നിട്ട് അവസാനം അത് നടയിൽ തന്നെ വരാൻ പറ്റിയില്ലേ? അപ്പം എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുക, ഭയങ്കര സന്തോഷം. ഒരു ഐശ്വര്യം വരും പോലെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ദൈവങ്ങളെ എല്ലാ ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും ദേവി ആയാലും നമ്മൾ ആചരിക്കണ്ടേ? പാങ്ക് വരുമ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുന്നില്ലേ? എന്തായാലും കോഴിക്കോട് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു നാട്ടിൽ നിന്നാണ് വരുന്നത്. ഒരു വിശ്വാസത്തിനും അപ്പുറം വളരെ ഒരു ഐശ്വര്യവും അതുപോലെ തന്നെ ഭയങ്കര ഐക്യം എല്ലാം തന്നെയാണ് പറയുന്നത്. അതെ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസത്തിനും അപ്പുറം വലിയൊരു കൂട്ടായ്മയാണല്ലേ? വലിയൊരു കൂട്ടായ്മയുടെ നാടും എല്ലാം മാറിക്കൊണ്ട് അതിർത്തികളെല്ലാം ഭേദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാനും പറ്റുന്നുണ്ട്. ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഐക്യം തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോവാം. അമ്മ പൊങ്കാലിടാൻ വന്നാണോ? അതെ. ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല, 10-16 കൊല്ലം കൊണ്ട് വരണുണ്ട്. 10-16 കൊല്ലം കൊണ്ട് വരും. ഇതുവരെ മുടങ്ങിയിട്ടില്ല? ഇല്ല, മുടങ്ങിയിട്ടുണ്ട്. കൊറോണ ആയപ്പോഴൊന്നും ഇടാൻ പറ്റിയിട്ടില്ലല്ലോ. അല്ലാണ്ട് നമുക്ക് സാധാരണ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ ചില വർഷങ്ങളിൽ. എന്താണ് ഇത്രയും വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക? അങ്ങനെയൊന്നുമില്ല, കുടുംബമായിട്ട് നന്നായിട്ട് വരിക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ അടുത്ത വർഷം വരാൻ പറ്റുക എന്നുള്ള ഒരൊറ്റ ഇത് പ്രാർത്ഥനയുള്ളൂ. തിരുവനന്തപുരത്ത് തന്നെയാണോ വീട്? തിരുവനന്തപുരത്ത് തന്നെയാണ് വീട്. തിരുവനന്തപുരംകാരിയാണ്. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഒത്തിരി കേട്ടിട്ടുണ്ട്. ഏത് കഥയാണ് അറിയാവുന്നത്?
കഥയായിട്ട് പറയാൻ നോക്കില്ല, ഓരുടെ അനുഭവങ്ങളാണ്. ഇപ്പം സുഖമില്ലാണ്ട് വന്നിട്ട് അവർക്ക് അസുഖങ്ങൾ ഭേദമാകുകയും പിന്നെ അവർ അടുത്ത വർഷത്തേക്ക് ഇവിടെ തന്നെ വന്നിട്ട് നേർന്നിട്ട് പോകും. അടുത്ത വർഷം അമ്മയുടെ നടയിൽ പൊങ്കാലിട്ടേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരോ ആൾക്കാർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ അമ്പലവുമായി ബന്ധപ്പെട്ട ചില കഥകളില്ലേ, ആറ്റുകാൽ അമ്മയുടെ ഐതിഹ്യങ്ങളൊക്കെ, അതിലേതെങ്കിലും കഥകളൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്ക് അത്രമാത്രം വ്യക്തമായിട്ട് പറയാനറിയില്ല, പക്ഷെ വിശ്വാസമാണ്. നമുക്ക് കഥകൾ ഒരുപാടുണ്ട്. ഇപ്പം അതിൽ ഏത് കഥ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതെ അപ്പോൾ നിരവധി ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ കഥകളും ഒക്കെ ഉറങ്ങുന്നൊരു മണ്ണാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു 3 അമ്മമാരുടെ കാത്തിരിക്കുകയാണ്. നമുക്ക് വിശേഷങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ്, പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പല്ലേ? അതെ അതെ. എപ്പോൾ എത്തി? എനിക്കിഷ്ടമാണ്, ഇവിടെ വരാൻ ഇഷ്ടമാണ്. ഞാൻ ഒരു 5-8 വർഷം ഇട്ടും പിന്നെ മുടങ്ങി, ഇപ്പം പിന്നെ വന്നു. എനിക്കിഷ്ടമാണ് ദേവിയുടെ അടുത്ത് വരാൻ. തൊഴുതു. നടയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ 3-4 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഒരു ഉണ്ണി സാറിൻ്റെ കൂടെ ഉണ്ണിസാറിൻ്റെ പറഞ്ഞേ. അമ്മ എങ്ങനെയാണ് ഈ നടയിൽ തന്നെ പൊങ്കാലിടാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്? എൻ്റെ മോള് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, താമസങ്ങളൊക്കെ എളുപ്പമായിരിക്കും അല്ലേ? വലിയ ബുദ്ധിമുട്ടില്ല. 3 പേര് ഒരുമിച്ചാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞതെല്ലാം കഴിഞ്ഞ് മോളുടെ വീട്ടിലൊക്കെ തങ്ങി എന്തായാലും ഈ ഒരു തിരുവനന്തപുരത്ത് ബന്ധുക്കളുണ്ടാവുമെന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കാണല്ലേ? അതുപോലെ നമ്മളിങ്ങനെ ഓരോ പരിപാടി നടക്കുമ്പോൾ ഈശ്വരൻ അവിടെ ഒരു ബന്ധു ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? മാത്രമല്ല ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പൊങ്കാല ഇടാൻ വരുന്ന പലർക്കും ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെ പലരും മുൻപരിചയമില്ലാത്തവർ വരെ ഇവിടെ താമസ സൗകര്യം അതിന് പുറകിൽ വീടുകളിലൊക്കെ, അതായത് അവരിങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നാട് പോലെയായി, എല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ എത്തുണ്ടോ എന്നുള്ളൊരു അതെ, ബന്ധുക്കളെ പോലെ തന്നെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നിരവധി ആളുകളുണ്ട്. മറ്റു പലരും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് M5 ന്യൂസിനോടൊപ്പം ചേരാനായി കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അമ്മ ആദ്യമായിട്ടാണോ? ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കളുണ്ട്, ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ടീച്ചേഴ്സാണ്. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ BSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നപ്പോൾ തന്നെ, ഭക്തിനിർഭരമായ നല്ലൊരു അന്തരീക്ഷമാണ്. തിരക്കും ചൂടുമൊക്കെ ഉണ്ടെങ്കിലും ഇല്ല, അതൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരേ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ യൂണിഫോമിൽ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വർഷത്തെ SLC ഞങ്ങളുടെ 100% ആക്കണം. അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് എല്ലാ പ്രാർത്ഥനകളും അമ്മയോടൊപ്പം ഞങ്ങൾക്കുണ്ടാവും. അല്ല, 9ാമത്തെ വർഷം. ഇല്ല, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആ കോവിഡിൻ്റെ ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും വരാൻ പറ്റിയിട്ടുണ്ട്. അത് 9 വർഷം ഇങ്ങനെ ഒരു യൂണിഫോം ഉണ്ടാവാറില്ലുണ്ടോ? ഇല്ല, ഞങ്ങൾ പറ്റുന്നവരെല്ലാവരും കൂടെ വരും. കോട്ടൺ ഡ്രസ്സ് അത്രയേ ഉള്ളൂ, അല്ല യൂണിഫോം ഒന്നുമില്ല. കോട്ടൺ ഡ്രസ്സ് ചൂടായതുകൊണ്ട് കോട്ടൺ ഡ്രസ്സ് എടുക്കും. പക്ഷെ അതൊരു ഇതിൽ വരും, കിട്ടാറുണ്ട്, ഒരേപോലെ വരും. അത് നമ്മൾ ചെയ്യണതല്ല, ദേവിയുടെ നിശ്ചയം. ഭയങ്കര വെറൈറ്റികളാണ്. അല്ല, 4ാമത്തെ വർഷം. ഇത്രയും വർഷം ഞങ്ങൾക്ക് ഇത്ര അടുത്ത് കിട്ടാറില്ല. ഇപ്രാവശ്യം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ തിരുമുറ്റത്ത് തന്നെ പൊങ്കാലയിടാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് സംസ്ഥാന കലോത്സവം നടന്നപ്പോൾ അന്ന് ഞങ്ങളുടെ കുട്ടികൾ വഞ്ചിപ്പാട്ടിന് മത്സരിച്ചിരുന്നു. അന്ന് വഞ്ചിപ്പാട്ടിന് ഞങ്ങളുടെ കുട്ടികൾക്ക് സമ്മാനം കിട്ടുകയാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് പൊങ്കാല ഇടാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ പൊങ്കാല ഇട്ടത്. അതിനുശേഷം പറ്റാവുന്ന കൊല്ലമൊക്കെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇവിടെ പൊങ്കാല ഇടാറുണ്ട്. പാലക്കാട്ട് നിന്നുള്ള 3 ടീച്ചേഴ്സാണ് നമ്മോടൊപ്പം ഇപ്പം ചേർന്നത്. അവരുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വളരെ സന്തോഷത്തോടെയാണല്ലേ? അനുഭവങ്ങളാണ്. അപ്പോൾ ഓരോ മത്സരങ്ങൾ വരുന്നു, വിശ്വാസങ്ങൾ വരുന്നു, അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. എന്തായാലും ഒരമ്മയ്ക്ക് വിശേഷങ്ങൾ പങ്കുവെച്ച് മതിയായിട്ടില്ല, പറഞ്ഞു. എന്തായാലും നമുക്ക് മൈക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്.
അമ്മ എത്ര കാലമായി പൊങ്കാലിടാൻ തുടങ്ങി? ഞാൻ 19 വർഷം കൊണ്ടിടുന്നു. 19 വർഷമായിട്ടുണ്ട്. 19 വർഷത്തിനകത്ത് കൊറോണ വന്നപ്പോൾ മാത്രമേ ഉള്ളൂ വരാഞ്ഞത്. ഞാൻ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴും വരുന്നത്. ഇപ്പം വയ്യാതായിട്ടും വന്ന് പൊങ്കാല ഇടണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ രാത്രി 1 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഞാൻ കൊല്ലം. തിരിച്ച് ഇവിടുന്ന് എല്ലാം ഒതുങ്ങുന്ന സമയമുണ്ട്. അപ്പോഴും ആട്ടോ ഇവിടെ വരും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആളൊതുങ്ങും. അപ്പോഴും ആട്ടോ വന്ന് തുടങ്ങും. അപ്പോൾ ആട്ടോയിൽ സ്റ്റാൻഡിൽ ചെല്ലുക, അവിടുന്ന് വീണ്ടും ബസ് കയറി പോവുക. അല്ല, ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരോടാണ് വരുന്നത്. എന്താണ് സ്ഥിരമായിട്ട് ഇപ്പം 18 പറഞ്ഞേ, ഈ 18 വർഷമായിട്ട് ഇവിടെ മുടങ്ങാതെ വരാണ്. എന്ത് വഴിപാടാണ് ഇപ്പോൾ ഒരു പൊങ്കാലയിൽ തന്നെ ഒരുപാടില്ലേ? ഇപ്പം 51 കലോ 101 കല അങ്ങനെ. ഞാൻ ഒരു കലത്തിൽ തുടങ്ങി 3 കലമായി. ഈ പ്രാവശ്യം എന്ന് പറയുന്നത് 4 പാത്രമുണ്ട്. എന്ന് വെച്ചാൽ തിരളിയും കൂടെ ഉണ്ട്. തിരളിയല്ല, തലപ്പുറ്റുണ്ട്, മണ്ടപ്പുറ്റ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യമാണ്. നമ്മൾ എന്തുദ്ദേശിക്കുന്നോ അത് അമ്മ നടത്തിയിരിക്കും. അടുത്ത പൊങ്കാലയ്ക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഇന്നത് ചെയ്തേക്കാം അമ്മ എന്ന് പറയും, അത് ചെയ്തിരിക്കും. അത് ചെയ്യാൻ നമ്മളിവിടെ എത്തിക്കും. എത്ര വയ്യെന്ന് പറഞ്ഞാലും നമ്മളിവിടെ വരികയും ചെയ്യും, നമ്മളിത് ചെയ്യുകയും ചെയ്യും. നമ്മളൊന്നും അറിയാതാണ് വീട്ടിലെത്തുന്നത്. നമുക്ക് ഒന്നുമില്ല. അതായത് ഈ വെയിലും ചൂടും ഒന്നൊരു പ്രശ്നമല്ല. ഞങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളതിനകത്ത് ഞാൻ ഇപ്പം വരെ എൻ്റെ പേഴ്സ് വരെ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ ആ പേഴ്സും ആളെല്ലാം ഒതുങ്ങുമ്പം ചവിട്ടി തേച്ചിട്ടിട്ടുണ്ട്. എനിക്കെടുത്ത് ഇവിടെ തന്നിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയ പേഴ്സ്? കഥയൊന്ന് പറയും. പേഴ്സ് എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞു എൻ്റെ പേഴ്സ് പോയെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് ബാഗാവുന്നത്. അന്നൊരു പേഴ്സ് കഷത്ത് വെച്ചേക്കുക. അപ്പോഴും നമ്മളിവിടെ പറഞ്ഞു എൻ്റെ പേഴ്സ് പോയി, എൻ്റെ കയ്യിൽ 1 രൂപ പോലും വണ്ടിക്കൂലിക്ക് പോലും ഇല്ലയെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇതേപോലെ ക്യൂ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ചവിട്ടി തേച്ച് തന്നെ തറയിൽ കിടപ്പുണ്ടാകും പേഴ്സ്. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു ഇന്ന സാധനങ്ങൾ അതിലുണ്ട്. ഒരു 12,000 രൂപയ്ക്കകത്തുണ്ട്. പൈസ തിട്ടം പറയാൻ പറ്റത്തില്ല. എന്നാൽ അതിനകത്ത് ജുവലറി ബില്ലുണ്ട്, എൻ്റെ ഐഡൻറ്റി ഉണ്ട്, ആധാറുണ്ട്, എൻ്റെ അലമാരിയുടെ ചാവി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അതെല്ലാം അതെടുത്ത് എനിക്ക് തന്നു. അത്രയും വിശ്വാസമാണെന്ന് പറയുന്നത്. എനിക്ക് മരണം വരെ വിശ്വസിക്കും. മരണം വരെ എന്നെ ഇവിടെ എത്തിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എത്തിയിരിക്കും. ഇനി എന്തെന്ന് പറഞ്ഞാലും. അതുപോലെ ഒരു തവണ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ ബസ്സിൽ നിന്ന് തിരിച്ചിറങ്ങി. പക്ഷേ ചൂട്ടും കെട്ടും അതിനകത്താണ്. ഞാൻ എൻ്റെ കിറ്റുമായിട്ടേ ഇറങ്ങിയുള്ളൂ. ഇറങ്ങി കുറച്ച് നിൽക്കുമ്പോൾ വീണ്ടും ഇത് വിളിച്ച് പറഞ്ഞ് പൊക്കോ, പ്രശ്നമെല്ലാം തീർന്ന് പൊക്കോളാൻ. ഞാൻ തിരിച്ച് അടുത്ത വണ്ടി കയറിയാണ് ഇവിടെ വരുന്നത്. സ്റ്റാൻഡിൽ വരുമ്പോൾ ഞാൻ വന്ന വണ്ടിയിൽ നിന്ന് എനിക്ക് പൊത്താനും കെട്ടും കിട്ടി. ഒരിക്കലും അങ്ങനെ കിട്ടത്തില്ല. പൊത്താനില്ലല്ലോ അമ്മയെന്നും പറഞ്ഞാൽ ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ വന്നപ്പോൾ ആ വന്ന വണ്ടി സ്റ്റാൻഡിലെ കണ്ടക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മയുടെ പൊത്താൻ ആ വണ്ടിയിൽ തന്നെ ഇരിപ്പോണ്ട് പോയെടുക്കും. ഒരിക്കലും മരണം വരെ അമ്മയെ ഞാൻ കൈവിടിയില്ല. ഞാൻ എന്തെൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അമ്മ. അതാണ് അമ്മ. ഓക്കെ, അപ്പോൾ ലക്ഷ്മി, പലർക്കും വിശ്വസിക്കാൻ പല കാരണങ്ങളാണ് എന്നുള്ളതാണ്. വെറുതെ അല്ല സ്ത്രീകളുടെ ശബരിമല എന്ന് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. കുടുംബത്തിന് വേണ്ടി ഗൃഹനാഥ അങ്ങനെയാണ്. അതായത് ഞാൻ എൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ആൾരൂപമെല്ലാം ഉണ്ടാക്കി വഴിപാടിനായി വരുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഒരാൾ ആ കാറ്റും മഴയും മഞ്ഞും എന്നൊക്കെ പറഞ്ഞ പോലെ അതെല്ലാം കൊണ്ട് വരാണ്. ഈ വെയിലും ചൂടും ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അമ്മ കൈവിടില്ല. കളഞ്ഞു പോയ പേഴ്സ് തിരികെ കിട്ടുന്നു. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാൻ. ഇവിടെ 2 അമ്മമാർ വളരെ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അമ്മ, എന്താണ് ഇത് ഉണ്ടാക്കുന്നത്? തെരളി മോളെ. എൻ്റെ പേര് സുജന. എന്തോ? സുജന. അമ്മ എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരും. എത്ര വർഷമായി വരാൻ? ഞാൻ ഇപ്പം വന്നിട്ട് 22 വർഷം കൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞ വർഷം വന്നില്ല. കാര്യം ഒരു മരണമായിപ്പോയി, ആങ്ങളെ മരിച്ചതുകൊണ്ട്. അല്ലാതെ എല്ലാ വർഷവും 40 വയസ്സ് തൊട്ട് വരുന്നു. ഇപ്പോൾ 65-ാമത്തെ വയസ്സായത്. 40 വയസ്സ് തൊട്ട് 65-ാമത്തെ വയസ്സ് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മുടക്കിയിട്ടില്ല. വന്ന് ഒരു മുടക്കവും വന്ന് ആങ്ങളെ മരിച്ചപ്പം വന്നില്ല. അല്ലാതെ എല്ലാ തവണയും വരും. അതിന് പകരം വന്ന് ഇവിടെ വന്ന് വഴിപാടൊക്കെ നടത്താറുണ്ട്. നടത്തും. എന്ത് വഴിപാടാണ് നടത്തുന്നത്? ശർക്കര പായസം തന്നെ. അതാണോ ഇവിടുത്തെ പ്രസിദ്ധമായിട്ട്? ആണ്. ഇവിടെ ശർക്കര പായസമാണ് ദേവിക്ക് വേണ്ടി, ഇരട്ടി മധുരം. അത് നടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ പേര് ബീന നായർ എന്നാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്തുള്ളത് തന്നെ. ഞാനിവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ പൊങ്കാലയ്ക്ക് വരുന്നതാണ്. പിന്നെ നീണ്ട ഒരു 23 വർഷം ക്യാപ്പ് വന്നതെന്ന് പറഞ്ഞാൽ വെളിയിലായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പായിട്ട് എനിക്കൊരു അറ്റാക്ക് വന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും അമ്മയുടെ മുമ്പിൽ ഞാൻ വിളിച്ചപേക്ഷിച്ച് എനിക്കത് ദൈവം എനിക്ക് കാത്തു രക്ഷിച്ചു. ഒരു വലിയൊരു ആക്സിഡൻറ്റ്, ഒരു അറ്റാക്കുമായിട്ടാണ് സംഭവിച്ചത്. പക്ഷേ
ആറ്റുകാലമ്മ എന്നെ സഹായിച്ചു. അതിൻ്റെ മൂലം അതിൻ്റെ ഫലമായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും അമ്മയുടെ മുമ്പ് വെച്ച് അമ്മ എനിക്ക് ഈ വർഷത്തെ പൊങ്കാല ഇടാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അത് ദൈവം എന്നെ കാത്തു രക്ഷിച്ചു. അതിൻ്റെ ഒരു പേരിൽ ഞാനിവിടെ വന്ന് പതിവായിട്ട് പൊങ്കാല ഇനി അടുത്ത വർഷം എനിക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. എങ്കിൽ പോലും അമ്മയുടെ നിറസാന്നിധ്യത്തിൽ വന്ന് ഇവിടെ പൊങ്കാല ചൂടും വെയിലും ഒക്കെ അടിച്ച് ഞാൻ ഈ പൊങ്കാല വന്നിടുന്നത്. ഈ കാലിൽ കമ്പി ഇട്ടിട്ട് പോലും ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ. അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. താങ്ക് യു. എൻ്റെ പേര് ബീന നായർ. ബീന അമ്മയ്ക്ക് ഇനിയും വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ പൊങ്കാലയിടാൻ പറ്റട്ടെ. അതുപോലെ കാലിലൊക്കെ കമ്പിയിട്ടിട്ട് പോലും അതെല്ലാം മറന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ടും പൊങ്കാലയിടാൻ അവർക്ക് സാധിക്കട്ടെ. അതുപോലെ നമ്മൾ ഇനി പൊങ്കാല എന്ന് പറയുമ്പോൾ പല വിഭവങ്ങളാണ്. അതായത് പൊങ്കാല എന്ന് പറയുമ്പം പൊങ്കാല ആദ്യത്തെ ഒരു അമ്മ പറഞ്ഞിരുന്നു ഒരു കലത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് 3 കലങ്ങൾ, അതുപോലെ തന്നെ തിരളി, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. പൊങ്കാല എന്ന് പറയുമ്പോൾ അത്തരം വിഭവങ്ങളാൽ ഇതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതെല്ലാം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരമ്മയുടെ ഭക്ഷണം അതായത് പൊങ്കാല ഭക്ഷണമല്ല, പൊങ്കാല എന്ന് തന്നെ പറയണം. നിവേദ്യം, ദേവിക്കുള്ള നിവേദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയോട് ചോദിക്കാം, അമ്മേ എവിടുന്നാ വരുന്നത്? തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തിരളി ഉണ്ടാക്കുന്നു. സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു? അതെ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നേർച്ചയായിട്ട് ഉണ്ടാക്കാന്ന് സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കാലയുണ്ട്. എന്തു തന്നെയാണെങ്കിലും പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പൊങ്കാലയും അതുപോലെ തന്നെ തിരളിയെല്ലാം തന്നെ അതിൻ്റെ ഈ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ഭാഗങ്ങൾ തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഇനി അല്പസമയത്തിന് ശേഷം മറ്റ് പൊങ്കാല വിശേഷങ്ങൾ കേൾക്കാം.